ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ബ്രെഡും പാലും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മധുരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് എങ്ങനെയാണ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 500 ml പാലാണ് കേട്ടോ ഒരു അത്യാവശ്യം അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണമെങ്കിൽ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം 2 ടീസ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മിൽക്ക് മെയ്ഡ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കോൺഫ്ലവറോ അരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കയ്യിലുള്ളതുകൊണ്ടാണ് കസ്റ്റാർഡിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ അത് നല്ലപോലെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറഞ്ഞ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലേവറൊക്കെ ബാലൻസ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1/2 to 1/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അതും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ കയ്യിൽ എടുത്തിട്ടുള്ള ബ്രെഡ് ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കട്ട് ചെയ്യാതെ വേണമെങ്കിലും ചെയ്തെടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഒരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ബ്രെഡ് ജസ്റ്റ് ഒരു കട്ടിയായി കിട്ടുന്ന ഒരു രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കരിഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ബട്ടർ ഇല്ലാതെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് ഓപ്ഷണലാണ്. കയ്യിൽ കുറച്ച് ഷുഗർ സിറപ്പിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി അല്ലാതെയും ചെയ്തെടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഡയറക്റ്റ് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മിക്സ് ചൂടോടെ മുകളിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഷുഗർ സിറപ്പിൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് തന്നെ ആ ഒരു പാലിൻ്റെ ആ ഒരു മിക്സും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിക്കാനായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ചൊരു കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സോ റൈസിൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.